മെയിനായിട്ട് ഓണം ബമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക. കാരണം ഒരിക്കൽ അറിയിച്ചതിൻ്റെ ഇത് ഇപ്പോൾ എനിക്കറിയാം എന്താണ്. ആ ക്യാഷ് ബാങ്കിൽ ഇടുക, എന്നിട്ട് ഒരു വർഷം ആ ക്യാഷ് നമ്മളൊന്നും ചെയ്യരുത്. നമുക്ക് മാക്സിമം അത് കിട്ടുന്നത് 15 കോടി കിട്ടും. അതിനുശേഷം കേന്ദ്രത്തിലൊരു ടാക്സ് ഉണ്ട്, 3 കോടി അടുപ്പിച്ച് വരും. അല്ല, മെയിനായിട്ട് ഞാൻ ഈ പ്രാവശ്യം ഇനി എനിക്ക് അടിക്കുമെന്നല്ല, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെ അറിയിക്കില്ല. അതാണ് ആദ്യം ചെയ്യുന്നത്. കാരണം ഒരിക്കൽ അറിയിച്ചതിൻ്റെ ഇത് ഇപ്പോൾ എനിക്കറിയാം എന്താണെന്ന്. അപ്പോൾ ഞാൻ അത് അറിയിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാമെന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നീങ്ങുള്ളൂ. ഇനി അനുവിൻ്റെ അനുഭവത്തിൽ വെളിച്ചത്തിൽ ഇത്തവണ ഓണം ബമ്പർ അടിക്കുന്ന ആ ഭാഗ്യവാനോട് എന്താണ് പറയാനുള്ളത്? മെയിനായിട്ട് ഓണം ബമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരെ അറിയിക്കാതിരിക്കുക. നമ്മൾ സാവധാനം വീട്ടുകാരായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ ലോട്ടറി ഓഫീസിൽ കൈമാറിന് ശേഷം ആ ക്യാഷ് ബാങ്കിൽ ഇടുക. എന്നിട്ട് ഒരു വർഷം ആ ക്യാഷ് നമ്മളൊന്നും ചെയ്യരുത്. ബന്ധുക്കൾക്ക് ആർക്കും നമ്മൾ അതെടുക്കരുത്. നമ്മൾ സാധാരണ രീതിയിൽ അങ്ങ് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം ടാക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കണ്ട് ചെയ്യുക. 25 കോടി സമ്മാനത്തുക എന്ന് പറയുമ്പോൾ കൃത്യമായി എത്ര തുക കയ്യിൽ കിട്ടും, അതിൻ്റെ ടാക്സ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയാമോ? നമുക്ക് മാക്സിമം അത് കിട്ടുന്നത് 15 കോടി കിട്ടും. 15 കോടി ചില്ലറ കിട്ടും. അതിനുശേഷം കേന്ദ്രത്തിലൊരു ടാക്സ് ഉണ്ട്, 3 കോടി അടുപ്പിച്ച് വരും. അത് പോയതിനു ശേഷം നമുക്ക് 12 കോടി 75 ലക്ഷം രൂപ നമ്മളെ കയ്യിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞാൽ അതെടുത്ത് ചിലവാക്കാതിരിക്കുക. ഒരു വർഷം വരെ നമ്മൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്യാഷ് എടുക്കുക. ഈ ലോട്ടറി അടിച്ച് കിട്ടുന്ന പണം എങ്ങനെ ചിലവാക്കാമെന്ന് ഈ ഒരു വർഷം കൊണ്ട് പഠിച്ചു. അത് നമുക്ക് മാക്സിമം മുമ്പ് ആർക്കും അറിയില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം. മുമ്പാണെങ്കിൽ നമ്മളിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ 25 കോടിയായാലും 10 കോടിയായാലും കിട്ടിക്കഴിഞ്ഞാൽ പൈസ മൊത്തം നമുക്ക് എടുത്ത് ചിലവാക്കാമെന്നാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. ഈ ടാക്സിനെ കുറിച്ച് പൈസ ഉള്ളവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് അറിയില്ല. നമ്മൾ മാക്സിമം ഇപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് നമുക്ക് സ്വത്തുണ്ടെങ്കിൽ ടാക്സ് നമ്മൾ അടച്ചേ പറ്റും. അപ്പം നമ്മൾ അതെല്ലാം ആദ്യം മനസ്സിലാക്കണം. എത്ര രൂപ നമ്മൾ അടയ്ക്കണം, എന്തൊക്കെ ചെയ്യണം. കാരണം ഇപ്പോഴും പലവർക്കും അറിയില്ല. എല്ലാവരും വിചാരം ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ പൈസ കൈ കിട്ടുമെടുത്ത് ചിലവാക്കാമെന്നാണ്. അങ്ങനെയല്ല, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 25 കോടി അനുവിന് അടിച്ചു എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് തന്നെ 25 കോടി അനുവ് പോയി കൈപ്പറ്റി വാങ്ങിച്ചു. അതെ, എനിക്കും ഈ അടിക്കുന്നതിന് മുമ്പ് എൻ്റെ വിചാരം അതൊക്കെ തന്നെയായിരുന്നു. കാരണം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം കിട്ടും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. 25 കോടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 15 കോടി സംതിങ് കൈ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേന്ദ്രത്തിൽ ടാക്സ് ഉണ്ട്. അതും കഴിഞ്ഞ് 12 കോടി ചില്ലറ കിട്ടും. അപ്പം നമ്മൾ അതും ഉടൻ തന്നെ എടുത്ത് ചിലവാക്കരുത്. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരക്കിയിട്ട് അതിനുശേഷം മാത്രമേ ക്യാഷ് എടുക്കുക. ചാടിക്കയറി നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടി 25 കോടി ഇല്ലാതാവും, നമുക്കുള്ളത് വിൽക്കേണ്ടി വരും ലാസ്റ്റ്. കാരണം ഇത് തീർത്തിട്ട് നമ്മൾ ടാക്സ് എന്തായാലും അടച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ പൈസ തീർന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ടേ അത് ചെയ്യാവൂ. ഈ ലോട്ടറി അടിച്ച് കിട്ടിയ പണം കൊണ്ട് എന്തൊക്കെ ചെയ്തു ഇതുവരെ? ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി പൈസയൊന്നും ഞാൻ വലുതായിട്ട് ചിലവാക്കാതെ ഞാൻ ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ബന്ധുക്കൾക്കും കുറച്ച് ഫ്രണ്ട്സുകൾക്ക് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പുറമേ നമുക്ക് വീട്ടിലെ ആൾക്കാർ കുറച്ചൊക്കെ വരുന്നുണ്ട്. ഹോസ്പിറ്റൽ കേസ്, കല്യാണം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത മെയിനായിട്ട് ബാങ്കിലിട്ട പൈസ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഏതൊക്കെ വണ്ടികളാണ് വാങ്ങിയത്? ഇഷ്ടപ്പെട്ട് വാങ്ങിയ വാഹനങ്ങൾ ഏതൊക്കെയാണ്? അത് എനിക്ക് ഓൾറെഡി ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ താറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാറിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു താറും ഒരു എർട്ടിക്കയുടെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ വലുതായിട്ട് വണ്ടികളൊന്നും ഇറക്കിയിട്ടില്ല. കഴിഞ്ഞ ഓണം ബമ്പർ അടിച്ചതോടെ അനുവിൻ്റെ ജീവിതം എങ്ങനെ മാറിയെന്ന് അറിയാൻ തീർച്ചയായും ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതൊന്ന് പറയാം.